CPM ഇവിടെ ചൂണ്ടുവിരൽ നിർത്തിക്കൊണ്ട് ഒപ്പ് മാറ്റിയിട്ട് PM ശ്രീന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നത്. അല്ല എങ്കിൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കില്ല. ഇത് ഇപ്പോൾ ഇതാണ് ലോക്സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിൽ എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നിരവധി തവണ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന CPM നേതാവ് ബന്ധപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് മാന്യതയിൽ പറഞ്ഞാണ്. അതിനപ്പുറത്ത് എന്തൊക്കെ ഓഫർ കൊടുത്തു? ഞങ്ങൾ കേരളം നിങ്ങൾക്ക് ഭരിക്കാനുള്ള അവസരം തരാമെന്നുള്ള ഓഫറൊക്കെ BJPക്ക് CPM നേതാവ് കൊടുത്തതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കാണാലോ. ഒരു ദിവസം കൊണ്ട് പിണറായി വിജയൻ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട 4 മന്ത്രിമാരെ കാണാനും ഗൾഫ് പര്യടനത്തിന് നിഷേധിച്ച അനുമതി നേടിയെടുക്കാനും ഒറ്റ ദിവസം ഡൽഹിയിൽ പോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അമിത്ഷാ ക്യൂ നിൽക്കുന്നു, നിർമ്മല സീതാരാമൻ, ധർമ്മേന്ദ്ര പ്രധാൻ, JP നഡ്ഡ ഇവരൊക്കെ ക്യൂ നിന്ന് പിണറായി വിജയനെ അങ്ങോട്ട് പോയി കാണുന്നു. കാരണം എന്താ? കേരളം PM ശ്രീ പദ്ധതിയുടെ RSSന് തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി എല്ലാ ഡീലും നടത്തിയ ജോൺ ബ്രിട്ടാസ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നത് യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ ഒറ്റുകൊടുത്ത യൂദാസ് ആയിട്ടാണ് ജോൺ ബ്രിട്ടാസ് അറിയപ്പെടുന്നത്. കേരളത്തിൽ സംഘപരിവാരത്തോട് മുഖാമുഖം ഏറ്റുമുട്ടിയതും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാരം നടത്തിയ ശ്രമങ്ങളെ നന്നായി നേരിട്ടതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷമാണെന്ന് ഈ കേരളത്തിലെ മുസ്ലിം ലീഗുകാരനും കോൺഗ്രസ്സുകാരനും അറിയാം. ഇനി PM ശ്രീ ഞാൻ പറയാം.